സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിനെ ചൊല്ലി സംഘർഷം തുടരുന്നു. 15 ബാലറ്റ് പേപ്പറുകൾ കാണാനില്ലെന്നാരോപിച്ച് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ രംഗത്തെത്തി. സർവകലാശാല VC-യുടെ അറിവോടെ KSU തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും SFI ആരോപിച്ചു. സർവകലാശാല തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും വീണ്ടും ഇലക്ഷൻ നടത്തണമെന്നും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ആവശ്യപ്പെട്ടു. സംഘർഷത്തെ തുടർന്ന് സെനറ്റ് ഹാളിന് മുന്നിൽ വൻ പോലീസ് സന്നാഹമുണ്ട്. അരുൺ സോളമൻ ചേരുന്നുണ്ട് സ്ഥലത്തു നിന്നും. അരുൺ, ഇപ്പോഴും പ്രതിഷേധം കൂടുതൽ കനക്കുകയാണ്. ഇരുവിഭാഗവും പരസ്പരം പഴിചാരുന്നുണ്ട്. എന്താണ് സാഹചര്യം? ഇന്ന് രാവിലെയാണ് 47 സീറ്റുകളിലേക്കുള്ള കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വൈകുന്നേരത്തോടു കൂടി ഫലപ്രഖ്യാപനത്തിനുള്ള ഒരു നീക്കമായിരുന്നു നടന്നത്. എന്തായാലും ഈ 47 സീറ്റുകളിൽ പ്രധാനമായും 7 ജനറൽ സീറ്റുകളിൽ SFI ഉജ്ജ്വലമായ വിജയമാണ് കൈവരിച്ചത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഴുവൻ സീറ്റുകളിലും വനിതകളെ മത്സരിപ്പിച്ചുകൊണ്ടാണ് SFI ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ ഒരു വിജയം വലിയൊരു ഉജ്ജ്വലമായ വിജയം ഉണ്ടായെങ്കിൽ പോലും അതിന് അത്തരത്തിലൊരു നീക്കമല്ല ഇന്ന് സെനറ്റ് ഹാൾ അരങ്ങേറിയത്. കാരണം പ്രധാനപ്പെട്ട സെനറ്റ് തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളിൽ 2 റിസർവേഷൻ സീറ്റുകളിൽ KSU ജയിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു SFIയെ ചൊടിപ്പിച്ചത്. ഇതിന് പിന്നാലെ വലിയൊരു സംഘർഷമാണ് ഉണ്ടായത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇപ്പോഴും ഇവിടെ ഈ ഒരു സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന സെനറ്റ് ഹാളിലുണ്ടായിരുന്ന KSU പ്രവർത്തകരെ മുഴുവനും 2 വാനുകളിലായിട്ട് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പുറത്തു കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കേരള സെനറ്റ് ഹാളിന് അകത്തുള്ളത് പ്രധാനമായിട്ടും SFI പ്രവർത്തകർ മാത്രമാണ്. ഇന്ന് ഈ 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാവുന്നത്. ഈ സംഘർഷത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ബാലറ്റ് പേപ്പറുകൾ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരു സംഘടനകളിലുമുള്ള സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വന്നിരുന്നു. ആദ്യം വന്നത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആർഷോയായിരുന്നു. ആർഷോ മുന്നോട്ട് വെച്ചത് പ്രധാനമായും 7 മണിക്ക് സംഘർഷം ഉടലെടുത്ത സമയത്ത് 15ഓളം ബാലറ്റ് പേപ്പറുകൾ KSU എടുത്തു മാറ്റി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു നീക്കം നടത്തി ഇതിന് പിന്നിൽ പ്രധാനമായും SFI സംസ്ഥാന സെക്രട്ടറി ആരോപിക്കുന്നത് VC-യാണ്. VC-യുടെ ഇടപെടലോടുകൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്നുള്ളതാണ് SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ പറയുന്നത്. പക്ഷേ അതേസമയം അലോഷ്യസ് സേവ്യർ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പങ്കുവെക്കുന്ന 20ഓളം ബാലറ്റ് പേപ്പറുകൾ SFI സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും ക്രിമിനലായിട്ടുള്ള SFI സംസ്ഥാന നേതൃത്വമാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാക്കുകയും അതിന് പിന്നാലെ 20ഓളം ബാലറ്റ് പേപ്പറുകൾ എടുത്തു മാറ്റി ഈ സെനറ്റ് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ നീക്കമിട്ടത് SFI സംസ്ഥാന നേതൃത്വമാണ് എന്നുള്ളതാണ് അലോഷ്യസ് സേവ്യർ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല ഇത്തരത്തിൽ സെനറ്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കമിട്ട SFI മുഴുവൻ പ്രവർത്തകരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത് നീക്കണമെന്നുള്ള ആവശ്യം അലോഷ്യസ് സേവ്യർ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ എന്തുതന്നെ ആയാലും ഇരു സംഘടനകളും പരസ്പരം പഴിചാരുന്ന ഒരു രീതിയിലേക്ക്, സമാനതകളില്ലാത്ത രീതിയിലേക്ക് ഈ സെനറ്റ് തെരഞ്ഞെടുപ്പ് മാറി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടത്. തലസ്ഥാന നഗരത്ത് വലിയ ഇടതുപക്ഷ അല്ലെങ്കിൽ ഇടതു സർക്കാരൊക്കെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ നേരിടുമ്പോഴാണ് അവരുടെ പോഷക സംഘടനയായിട്ടുള്ള SFI സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു ആരോപണം ഉണ്ടാകുന്നു. അവർക്കെതിരെയും വലിയൊരു വിമർശനം ഉണ്ടാകുന്നു. ഇതിൽ ആരാണ് ഈ ബാലറ്റ് പേപ്പറുകൾ എടുത്തു മാറ്റിയതെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ആരായിരിക്കും ഈ പേപ്പറുകൾ എടുത്തു മാറ്റിയതെന്നുള്ളത് വരും ദിവസങ്ങളിൽ അന്വേഷണം ഉണ്ടാവണം. പക്ഷേ എന്തായാലും ഇരു സംഘടനകളും സെനറ്റ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നുള്ള ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചത്. ആ ഒരു ആവശ്യം എന്തായാലും ഇപ്പോൾ രജിസ്ട്രാർ കൊണ്ടുവന്നിരിക്കുന്നു. അദ്ദേഹം ഉത്തരവിട്ടിരിക്കുന്നു. ഈ സെനറ്റ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ റദ്ദാക്കി എന്നുള്ളതാണ്. 10 സീറ്റുകളിലേക്കാണ് ഇവർ മത്സരിച്ചത്. ആ സീറ്റിൽ 2 സീറ്റുകൾ എന്തായാലും KSU ജയിച്ചു വന്നിരുന്നു. അതിനെ ചൊല്ലിയായിരുന്നു വലിയ തർക്കമുണ്ടായത്. ആ തർക്കം ഇപ്പോൾ ഒടുവിൽ സെനറ്റ് തെരഞ്ഞെടുപ്പിനെ റദ്ദാക്കി എന്നുള്ളതാണ് രജിസ്ട്രാർ അറിയിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, 15 എക്സിക്യൂട്ടീവ് സീറ്റുകളിൽ 13 സീറ്റുകളും SFI ജയിച്ചിരുന്നു. അതിന് പുറമെ കൗൺസിലിൽ മത്സരിച്ച 10 സീറ്റുകളിലും SFI 8 സീറ്റുകളിൽ ജയിച്ചു വന്നിരുന്നു. കൂടാതെ 5 അക്കൗണ്ട് സീറ്റുകളിൽ മത്സരിച്ച മുഴുവൻ സീറ്റിലും SFI ജയിച്ചു. അത്തരത്തിൽ സമാനതകളില്ലാതെ വലിയൊരു ഉജ്ജ്വലമായ വിജയം തന്നെയായിരുന്നു കേരള സെനറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. പക്ഷേ സെനറ്റ് ഇലക്ഷൻ വരുമ്പോൾ സെനറ്റിൽ 10 സീറ്റുകളായിരുന്നു. ആ 10 സീറ്റിൽ എന്തായാലും 2 സീറ്റുകൾ റിസർവേഷൻ സീറ്റുകളിൽ KSU ജയിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു SFI ചൊടിപ്പിച്ചത്. പക്ഷേ വലിയൊരു സംഘർഷത്തിലേക്ക് പോയപ്പോൾ പരസ്പരം സെനറ്റ് ഹാളിൽ വലിയൊരു സംഘർഷത്തിനാണ് അരങ്ങുവെച്ചത്. ശക്തമായ ആരോപണം തന്നെയാണ് SFI ഉന്നയിക്കുന്നത്. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ പ്രതികരണം കേൾക്കാം. ഒരു ഘട്ടമെത്തുമ്പോൾ നിലവിലുള്ള എണ്ണങ്ങൾ പ്രകാരം, നിലവിലുള്ള കൗൺസിലർമാരുടെ വോട്ട് പ്രകാരം 8 സീറ്റിലേക്ക് SFIയും 2 സീറ്റിലേക്ക് KSUവും ജയിക്കേണ്ടുന്ന നിലയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാനം നഗരി കേന്ദ്രീകരിച്ചുകൊണ്ട് KSUവിനകത്തുള്ള വിഭാഗീയതയുടെ ഭാഗമായി
ചേരി തിരിഞ്ഞുകൊണ്ട് KSUവിൻ്റെ UUC-മാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അതിൻ്റെ തുടർച്ചയിൽ ബോധപൂർവം സെനറ്റ് തെരഞ്ഞെടുപ്പ് നിർത്തിവെപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിനകത്ത് സംഘർഷം ഉണ്ടാക്കുകയും വിപുലമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള സംഘർഷം നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളെ മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ആ സംഘർഷത്തിൻ്റെ തുടർച്ചയിൽ 15ഓളം വരുന്ന ബാലറ്റ് പേപ്പറുകൾ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 15ഓളം വരുന്ന ബാലറ്റ് പേപ്പറുകൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുകയാണ്.